ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവയും തേങ്ങയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നേരെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം വരിക കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ റവ ചേർക്കുന്നുണ്ട്. റവ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കുന്ന പോലെ ഇത് നന്നായിട്ട് കുഴഞ്ഞ് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ വരുന്നതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും വെള്ളം കൂടിപ്പോയോന്ന്. ഇല്ലാന്ന്, റവ ആയതുകൊണ്ട് വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഞാനിതാ ചൂടോട് കൂടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കട്ടെ. അങ്ങനെ ഞാനിതാ ഇവിടെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടി പോവാണ്ട് നോക്കണം. അങ്ങനെ ആകുമ്പോഴേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് ആകെ കൂടെ വെള്ളമാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് വെള്ളം കറക്റ്റാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് നല്ല രീതിയിൽ ഒന്ന് മയത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും ശർക്കരയും വേണമെങ്കിൽ ചേർക്കാം. ഇനി തേങ്ങ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ തേങ്ങയുടെ കൂടെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ പൂവടയൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഓരോ ബോളുകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. അത്യാവശ്യം വലിയ സൈസിലുള്ള ബോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ബോളാക്കിയിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ 1 ടീസ്പൂണോളം നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൂട്ടി പിടിക്കുക. ഒരു ബോൾ പോലെ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ്. ആ തേങ്ങയുടെ ഫില്ലിങ്ങൊക്കെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്കൊരു മീഡിയം സൈസിലുള്ള ഒരു 6 കടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ റവ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാനിതാ മൊത്തത്തിലിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആവി കയറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കളർ അത്യാവശ്യം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് എന്തായാലും വേണം കേട്ടോ അത് റെഡിയാക്കിയിട്ട് എടുക്കാൻ. എന്നാലേ കറക്റ്റായിട്ട് ഇത് കുക്കായി കിട്ടുള്ളൂ. കറക്റ്റ് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാവും. എണ്ണയൊന്നും കുടിക്കില്ല. നല്ല സൂപ്പർ ടേസ്റ്റി സിമ്പിൾ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം റവ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 4 മണി ചായക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് എരിവുള്ള മസാല വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.